പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ കേരള യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും. വൈകിട്ട് പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. റഹീസ് ഋഷി തുടരുന്നുണ്ട്. റഹീസ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയുടെ സമാപനമാണ് ഇന്നുള്ളത്. കേരളത്തിലെ 14 ജില്ലകൾക്ക് പുറമെ നീലഗിരി അടക്കമുള്ള ജില്ലകളിൽ കൂടി പര്യടനം നടത്തിയാണ് യാത്ര ഇവിടെ എത്തുന്നത്. തിരുവനന്തപുരത്ത് എത്തുന്ന ഇന്ന് രാവിലെ തന്നെ ജില്ലാ അതിർത്തി പങ്കിടുമ്പോൾ ഒരു സ്നേഹവിരുന്ന് വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് വൈകിട്ട് പുത്തരിക്കണ്ടം മൈതാനത്ത് വലിയ റാലിയോടുകൂടി കേരള യാത്രയുടെ സമാപനം ഉള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അടക്കമുള്ള രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുന്ന ഒരു സമയത്ത് രാഷ്ട്രീയമായ കാര്യങ്ങൾ മുഖ്യമന്ത്രിയും ഒപ്പം കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരും വി.ഡി. സതീശനുമൊക്കെ അതിനകത്ത് സൂചിപ്പിച്ചു പോകാനുള്ള സാധ്യതകളുമുണ്ട്. കാലാകാലങ്ങളായി LDF-നൊപ്പം രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ഒരു മതസംഘടനയാണ് കാന്തപുരത്തിന് ഒപ്പം നിൽക്കുന്ന കേരള മുസ്ലിം ജമാഅത്തൊക്കെ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ടെന്ന് CPIM വിലയിരുത്തുകയും ചെയ്തിരുന്നു. ആ വോട്ടും ഞങ്ങൾക്കൊപ്പം വന്നു എന്ന നിലപാട് കോൺഗ്രസിനും UDF-നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങളെ കൂടുതൽ ചേർത്ത് നിർത്തുന്ന തീരുമാനത്തിലേക്ക് CPIM പോകുന്നുമുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഇന്നത്തെ സമാപന സമ്മേളനത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയമാനം കൂടി ഉണ്ട് താൻ. ശരി, റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.